So guys, welcome back to my channel. It's me, BTG here. So കുറേ ദിവസമായി ഞാൻ ലൈവൊക്കെ ഇട്ടിട്ടല്ലേ, അപ്പോൾ ഞാൻ നമ്മുടെ PC ഒന്ന് അപ്ഗ്രേഡ് ചെയ്യാൻ വേണ്ടിയുള്ളൊരു ടൈമിങ്ങിലാണ്. അങ്ങനെ കുറച്ച് ബ്രേക്ക് എടുത്തതാണ്. സോ അതർവൈസ് ഞാൻ ഈ കാര്യങ്ങൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇടുന്നുണ്ട്. സോ ലൈവിന് വേണ്ടി കുറച്ചുകൂടെ ടൈം എടുക്കും. ആഫ്റ്റർ ദാറ്റ് നമുക്ക് പഴയതുപോലെ തന്നെ ലൈവും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക്സ് ഫോർ യുവർ സപ്പോർട്ടിങ്. എനിക്ക് 500 സബ്സ്ക്രൈബർ ആയിട്ടുണ്ട്. സോ വളരെ സന്തോഷമുണ്ട്. സോ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഇന്നത്തെ വീഡിയോ ടോപ്പിക് എന്തെന്ന് വെച്ചാൽ, ഇപ്പം എത്ര പേർക്ക് ആഗ്രഹമുണ്ട് ഒരു നല്ലൊരു സ്ട്രീമിംഗ് PC സ്പെക്കും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് കൊണ്ടുപോകണമെന്നുള്ള. അപ്പോൾ എല്ലാവരും പോയി നോക്കുമ്പോൾ ഏകദേശം എല്ലാവരും സജസ്റ്റ് ചെയ്യണത് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലുള്ള PC ബിൽഡേഴ്സായാലും ഓഫ്ലൈൻ PC ബിൽഡേഴ്സായാലും എല്ലാവരും സജസ്റ്റ് ചെയ്യണത് എത്രയെന്ന് അറിയാമോ? മിനിമം 75 to അപ്പാണ്. മനസ്സിലായത്? ഇപ്പം 1 lakh 1.5 lakh അല്ലെങ്കിൽ 75K അതിന് മുകളിലോട്ടുള്ളതാണ് എല്ലാവരും സജസ്റ്റ് ചെയ്യണം. സോ അതുപോലെ തന്നെ എല്ലാം പെർഫെക്റ്റ് ആയിരിക്കും, ഇല്ലയെന്നല്ല. സോ നിങ്ങൾക്ക് മിനിമം ബഡ്ജറ്റിൽ ഒരു അണ്ടർ 50Kക്ക് നിങ്ങൾക്ക് സൂപ്പറായിട്ട് ഒരു സ്ട്രീമിംഗ് PC റെഡിയാക്കാൻ പറ്റും. അത് നല്ലൊരു ക്ലാരിഫൈയോടെ നിങ്ങൾക്ക് അത് കൊണ്ടുപോകാനും പറ്റും. സോ അതാരും നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ ആരാണെന്ന് പറയുമ്പോൾ, നമ്മൾ ഒരാളുടെ ഒപ്പീനിയൻ കേൾക്കുമ്പോൾ അവർ ഏതെടുത്തും അവർ സജസ്റ്റ് ചെയ്യണമെന്ന് വെച്ചാൽ മിനിമം ഒരു 75 അല്ലെങ്കിൽ 1 lakh അതിനുശേഷമാണ്. സോ മിഡിൽ ക്ലാസ് ഇപ്പം ഞാനാണെങ്കിൽ തന്നെ ഞാൻ സ്റ്റാർട്ടപ്പ് ഈ ബിഗിനർ സ്റ്റേജിൽ ഞാൻ ഈ സ്ട്രീം സെറ്റ് ചെയ്യണം എന്നുള്ള സമയത്ത് ഞാൻ ഒരാളുടെ പോയി ചോദിക്കുകയാണ്, എനിക്ക് ഇന്നതുപോലെയാണ്, എനിക്ക് PC സെറ്റ് ചെയ്യണം എന്നുള്ളൊരു ഒപ്പീനിയൻ കേൾക്കുമ്പോൾ അവരെടുത്ത് പറയുന്നുണ്ടോ അങ്ങനെ RTX 306 RX 6600 XT മദർ ബോർഡ് വന്ന് 6050 ഒരു മദർ ബോർഡ് വേണം. 6050 മീൻ M6050 മദർ ബോർഡ്, അല്ലെങ്കിൽ എന്താ പറയണ റാം ഒരു 32GB റാം. സോ ഭയങ്കര 4K ഒരു ഇത്, എന്നാലും ഈ സ്ട്രീം സെറ്റ് ആവുള്ളൂ എന്നൊക്കെ പലരും പറയും. മനസ്സിലായില്ലേ? പലരും നല്ല മോസ്റ്റ് ഓഫ് ദി കോമൺ ഓഡിയൻസസും അല്ലെങ്കിൽ കോമൺ പീപ്പിൾസ് എല്ലാം പറയുന്നത് അതാണ്. അല്ലെങ്കിൽ നിങ്ങളൊരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലോ അല്ലെങ്കിൽ ഓഫ്ലൈൻ മീഡിയയിലോ അല്ലെങ്കിൽ ഒരു PC ബിൽഡേഴ്സിൻ്റെയോ നിങ്ങൾ എവിടെ പോയാലും ഡെഫിനറ്റ്ലി ദേ വിൽ സജസ്റ്റ് യു സം മോർ ഒരു അറൗണ്ട് ഒരു 1 lakh ആ ഒരു ടൈപ്പിൽ അവർ എന്തായാലും സജസ്റ്റ് ചെയ്യുള്ളൂ. സോ എൻ്റെ ചോദിക്കുന്ന വെച്ചാൽ, ഞാൻ പറയണതെന്ന് വെച്ചാൽ, ഞാൻ യൂസ് ചെയ്തത് ജസ്റ്റ് അണ്ടർ 50K ആണ് ഞാൻ PC ബിൽഡ് എടുത്തത്. സോ എനിക്കൊരു കാര്യം പറയണ്ട, അത് ലാസ്റ്റ് ഞാൻ പറയാം. അത് എങ്ങനെയാണ് നിങ്ങൾ പർച്ചേസ് ചെയ്യുമ്പോൾ നിങ്ങൾ എങ്ങനെയാണ് ഏത് രീതിയിൽ പർച്ചേസ് ചെയ്യണം കുറച്ചുകൂടി ബെറ്റർ എന്നുള്ള കാര്യം. ഇതൊക്കെ ഞാൻ ഒരു അണ്ടർ 50Kക്ക് റെക്കമെൻഡഡ് ആയിട്ടുള്ള അല്ല, മിനിമം ആയിട്ടുള്ള ഒരു സ്ട്രീമിങ്ങും നല്ലൊരു ഗെയിമിങ് കളിക്കാൻ പറ്റിയ ഒരു നല്ല സ്പെക്കും കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ, ഈ സ്പെക്കിലും കാര്യങ്ങളിലും നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് കൂളർ ആഡ് ചെയ്യാം, അല്ലെങ്കിൽ ഡീപ്പ് കൂൾഡ് വേറെ എന്തെങ്കിലും ആഡ് ചെയ്യാം. ഇപ്പോൾ സോ എക്സ്ട്രാ ഫാൻസ് ആഡ് ചെയ്യാൻ പറ്റും, പിന്നെ എക്സ്ട്രാ ഹാർഡ് ഡിസ്ക് ആഡ് ചെയ്യാൻ പറ്റും. സോ നിങ്ങൾക്ക് എന്ത് ആഡ് ചെയ്യണോ യു ക്യാൻ. ഓക്കെ. സോ അപ്പം അങ്ങനെ വരുമ്പോൾ ഞാൻ പറയണ കുറച്ച് സ്പെക്കും കാര്യങ്ങളൊക്കെ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. കാരണം എന്ന് വെച്ചാൽ ഇത് നിങ്ങൾക്ക് കുറച്ചും കൂടെ നല്ലൊരു FPS ഗെയിം കളിക്കാൻ ഇതിനുള്ള ഈ കാര്യത്തിനൊക്കെ ഈ സ്പെക്ക് നിങ്ങൾക്ക് എന്തായാലും യൂസ് ആവും. ഇത് എൻ്റെ സ്പെക്കാണ്, എൻ്റെ പേഴ്സണലി ഞാൻ ഇത്ര നാൾ കുറച്ച് കൊണ്ടുപോയിട്ടുള്ള ഒരു സ്പെക്കാണ് ഞാൻ പറയാൻ പോകുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ ഗെയിമിങ്ങിനും സ്ട്രീമിങ്ങിനും ബെസ്റ്റ് ചിപ്സെറ്റ് ആയിരുന്നു വെച്ചാൽ AMD ആണ് ഗൈസ്. എന്ന് വെച്ചാൽ ഞാൻ ഫസ്റ്റ് ടൈം യൂസ് ചെയ്തിട്ടുള്ളത് ഇൻ്റലാണ്. ഇൻ്റൽ i5 എന്ന് പറയുമ്പം അത് ഗെയിമിങ്ങിനല്ല എന്നല്ല, അതിന് നിങ്ങൾക്ക് ഗെയിം കളിക്കാം. പക്ഷേ മോസ്റ്റ് ഓഫ് ദി കോമൺ ഗെയിമേഴ്സും യൂസ് ചെയ്യുന്നത് AMD ആണ്. എന്ന് വെച്ചാൽ ട്രൂവൻലി അത് കറക്റ്റായിട്ട് സ്റ്റഡിയിലും പറഞ്ഞിട്ടുണ്ട്, ഈ ഗെയിമിംഗ് സ്റ്റഡിയിലൊക്കെ പറഞ്ഞിട്ടുണ്ടെന്ന് വെച്ചാൽ AMD ആണ് കുറച്ചുകൂടെ നിങ്ങൾക്ക് പവർ ബൂസ്റ്റ് ചെയ്യും ഗെയിമിങ്ങിന് വേണ്ടി. AMD Ryzen 5 ഒക്കെ ആണെങ്കിൽ സ്റ്റാർട്ടപ്പായിട്ട് AMD Ryzen 5 ഒക്കെ നിങ്ങൾ യൂസ് ചെയ്യുക ഗൈസ്. അതാണ് നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് സ്റ്റാർട്ടിങ്ങിൽ നിങ്ങൾക്കൊരു ഗെയിമിങ്ങും പിന്നെ സ്ട്രീമിങ് ഇതൊക്കെ നിങ്ങൾക്ക് കുറച്ചുകൂടെ ഒരു ബൂസ്റ്റപ്പായിട്ട് നിങ്ങൾക്ക് നല്ലൊരു ചിപ്സെറ്റായിട്ട് സ്റ്റാർട്ടിങ് ഞാൻ പറഞ്ഞു. മിനിമം നിങ്ങളൊരു AMD Ryzen 5 500 സീരീസ് ആയിരിക്കും എടുക്കേണ്ടത് ബെസ്റ്റായിട്ട്. പിന്നെ ഇതിൽ രണ്ടാമത് അത്യാവശ്യമുള്ളതെന്ന് വെച്ചാൽ അത്യാവശ്യം എന്ന് വെച്ചാൽ മദർ ബോർഡ് എന്ന് വെച്ചാൽ ഏതൊരു ഗെയിം നമുക്ക് കളിക്കണമെങ്കിലും മിനിമം സ്റ്റാർട്ടിങ് മദർ ബോർഡ് എന്ന് വെച്ചാൽ 320mm ആണ് മദർ ബോർഡിന്. ഇപ്പോൾ ഗെയിമിംഗ് മദർ ബോർഡാണ് ശരി തന്നെ, GB ആണ് ശരി തന്നെ, ഇപ്പോൾ എല്ലാത്തിനും 320mm വരും. സോ അങ്ങനെ ഇരിക്കെ എൻ്റെ ഞാൻ യൂസ് ചെയ്തത് എന്ന് വെച്ചാൽ ASUS Prime 550MK എന്ന് പറയുന്ന ഒരു കിട്ടില്ല മദർ ബോർഡാണ് ഞാൻ യൂസ് ചെയ്തത്. അത് നിങ്ങൾക്ക് 3060 വരെ നമുക്ക് അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്പെക്കിലുള്ള സ്റ്റാർട്ടപ്പാണ് ഞാൻ ഇത് വെച്ചിട്ടുള്ളത്. ഒരു മദർ ബോർഡാണ് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നത്. സോ അതുപോലെ തന്നെ എൻ്റെ ഗ്രാഫിക് കാർഡ് എന്ന് വെച്ചാൽ ജസ്റ്റ് 4GB 6054GB ആണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. അത് OC എഡിഷനാണ്. OC എന്ന് വെച്ചാൽ ഓവർ ക്ലോക്കിംഗ്. നിങ്ങൾക്ക് കുറച്ചുകൂടെ എന്താ പറയുക, ഇപ്പോൾ സാധാരണ ഇപ്പോഴത്തെ എല്ലാവരും SSDയിലോട്ട് മാറിയിട്ടില്ല. കാരണം എന്താണ്, കുറച്ചുകൂടെ സ്പീഡായിരിക്കും എന്നുള്ള ഇതുണ്ടല്ലോ. അതുപോലെ തന്നെ OC എന്ന് പറയുമ്പോൾ കുറച്ചുകൂടെ ഓവർ ക്ലോക്കിംഗ് ആണ്, കുറച്ചുകൂടെ നിങ്ങൾക്ക് അത് കുറച്ച് ഫാസ്റ്റും കാര്യങ്ങളായിട്ട് കിട്ടും. സോ അത് നമുക്ക് അടുത്ത ആവശ്യമുള്ളതെന്ന് വെച്ചാൽ SSD ആണ്. നിങ്ങൾ മിനിമം
ഒരു 1 TB SSD നിങ്ങൾ അതിൽ സ്റ്റോർ ചെയ്യുക. 1 TB SSD ആണ് കുറച്ചുകൂടെ ബെറ്റർ. നിങ്ങൾക്ക് ഹാർഡ് ഡിസ്ക് ആണ് മേടിക്കണമെന്നുണ്ടെങ്കിൽ ഹാർഡ് ഡിസ്ക് മേടിക്കും, SSD യൂസ് ചെയ്യാം. ഇതിൽ രണ്ടിൻ്റെ അകത്തെന്ന് വെച്ചാൽ പെട്ടെന്ന് മദർ ബോർഡിൽ അടിച്ച് പോകണമെങ്കിൽ ചിലപ്പോൾ SSD കൂടെ അങ്ങ് അടിച്ച് പോകും, അത് അറിയാം, ഒരു റിക്കവറി കാണൂല. സോ അതാണ് SSD ഏറ്റവും വലിയ കുഴപ്പം. ഹാർഡ് ഡിസ്ക് ആണെങ്കിൽ സെപ്പറേറ്റ് ആയിട്ടുള്ളതുകൊണ്ട് വേറെ ഇഷ്യൂസ് വരില്ല. എനിവേ കുറച്ചുകൂടെ ബെറ്റർ എന്ന് പറയുന്നത് SSD ആയിരിക്കും. SSD ആകുമ്പം നമുക്ക് കുറച്ചുകൂടെ നല്ല സ്പീഡപ്പായിട്ട് നമ്മൾ ഗെയിമും കാര്യങ്ങളും സ്ട്രീമും കാര്യങ്ങളും ചെയ്യുമ്പോഴേ കുറച്ചുകൂടെ ഇതായിരിക്കും. റാം നിങ്ങൾ 8 GB റാം വെച്ച് സ്ട്രീം ചെയ്യാൻ പറ്റുമെന്ന് കേട്ടാലും ഞാൻ ഓപ്പണായിട്ട് പറയണമെങ്കിൽ 8 GB റാമിനെ കാട്ടി കുറച്ചുകൂടെ അപ്ഗ്രേഡ് ചെയ്ത് 16 GB റാം ആയിരിക്കും നമ്മൾ സ്റ്റാർട്ടപ്പിന് യൂസ് ചെയ്യുന്നത്, കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും. സോ എൻ്റെ കയ്യിൽ ഈ 4 മെയിൻ കോമ്പണൻറ്റ്സ് ഉണ്ടായിരുന്നു. അത് അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ അണ്ടർ 50Kക്കുള്ള കോമ്പണൻറ്റ്സ്. സോ ഈ സാധനങ്ങൾ, ഈ സ്പെക്സും കാര്യങ്ങളൊക്കെ വെച്ച് നിങ്ങൾക്ക് ഈസി ആയിട്ട് സ്ട്രീം റൺ ചെയ്യാൻ പറ്റും. വേറെ ഒന്നിൻ്റെ ആവശ്യമില്ല. കറക്റ്റായിട്ടുള്ള പവർ സപ്ലൈ യൂണിറ്റും കാര്യങ്ങളും പിന്നെ UPSും കാര്യങ്ങളും സെറ്റാണെങ്കിൽ പെർഫെക്റ്റ് ആയിരിക്കും. ഇതിനൊക്കെ ഏകദേശം ഒരു 4-5 രൂപയോടെ മുടങ്ങി കഴിഞ്ഞാൽ ഒരു നല്ലൊരു UPSും കൂടെ കിട്ടും. ആ UPSും കൂടെ വെച്ച് നിങ്ങൾക്ക് മിനിമം ആയിട്ട് നിങ്ങൾക്ക് സ്ട്രീം റൺ ചെയ്യാൻ പറ്റും. ഇനിയിപ്പോൾ നമ്മൾ ഇത്ര അപ്ഗ്രേഡ് ചെയ്തില്ലേ, ഈ അപ്ഗ്രേഡ് ചെയ്തതിലൊക്കെ നമുക്ക് മോസ്റ്റ്ലി ഇതിൽ രണ്ടിലും ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള 2-3 കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒന്ന് UPS ആൻഡ് പവർ സപ്ലൈ യൂണിറ്റ്. ഈ പവർ സപ്ലൈ യൂണിറ്റ് എന്ന് വെച്ചാൽ മിനിമം നമുക്ക് അത്യാവശ്യമുള്ളതെന്ന് വെച്ചാൽ ഏകദേശം 450 വോൾട്ടോ അല്ലെങ്കിൽ 600 വോട്ടോ അല്ലെങ്കിൽ 500 സംതിങ് വോട്ടോ അത് ഏതായാലും നമുക്ക് ഓക്കെയാണ്. സോ അത് നിങ്ങൾക്ക് അത് വേണമെങ്കിൽ അത് മെയിൻറ്റെയിൻ ചെയ്യുക. അത് നിങ്ങളുടെ ഓരോരുത്തരുടെ എന്താണ് ടോട്ടൽ അല്ലെങ്കിൽ നിങ്ങളുടെ ഒപ്പീനിയൻ എന്താണോ അത് ബേസ് ചെയ്ത് നിങ്ങൾക്ക് അത് പർച്ചേസ് ചെയ്യാൻ പറ്റും. മിനിമം 450 വോട്ട് തൊട്ട് കുറച്ചുകൂടെ ഹയസ്റ്റ് ആയിരിക്കും, കുറച്ചുകൂടെ ബെറ്റും. ഒരു 500 650 ഇതായിരിക്കും കുറച്ച് ബെറ്റർ. പിന്നെ അതുപോലെ തന്നെ UPS ദയവ് ചെയ്ത് നിങ്ങൾ UPS പർച്ചേസ് ചെയ്യുമ്പോൾ മെയിൻ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ 50 രൂപ നിങ്ങളൊരു 50Kക്ക് നിങ്ങളൊരു PC പർച്ചേസ് ചെയ്യണം നിങ്ങൾ, അല്ലെങ്കിൽ ബിൽഡ് ചെയ്യണം, അല്ലെങ്കിൽ ഗെയിമിങ് സ്ട്രീമിംഗ് PC നിങ്ങൾ ബിൽഡ് ചെയ്യണം. നിങ്ങൾ ദയവ് ചെയ്ത് ഒരു 7000 കൂടെ മുടക്കാൻ വേണ്ടി നിങ്ങൾ റെഡി ആയിരിക്കുക. ബിക്കോസ് എന്ന് വെച്ചാൽ UPS നമുക്ക് എല്ലാവർക്കും ഒത്തിരി അത്യാവശ്യമാണ്. UPS കാരണം എന്തെങ്കിലും ഇഷ്യൂ വരുന്നുണ്ടോ എന്ന്, UPS കാരണം എന്തൊക്കെ ഇഷ്യൂ വരും എന്നുള്ളൊരു വീഡിയോ എൻ്റെ ഫ്രണ്ട് റീസെൻ്റായിട്ട് ഐ തിങ്ക് ഇന്നലെ തോന്നുന്നു അവൻ്റെ ചാനൽ ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് അത് കാണണമെന്ന് ആഗ്രഹമുള്ളവർക്ക് പോയി കാണാം. അത് കാരണം എന്തൊക്കെയാണ് ഡാമേജസ് നിങ്ങൾക്ക് വരും എന്നുള്ളത് അത് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ആണ് ചാനലിട്ടുള്ളത്. യു ക്യാൻ വാച്ച്. ഓക്കെ. വേറൊരു കാര്യം, ഫസ്റ്റപ്പൊക്കെ ചെയ്തിട്ട് എല്ലാം ബിൽഡൊക്കെ ചെയ്തിട്ട് കഷ്ടപ്പെട്ട് അതിനെ കൊണ്ടുവന്ന് വീട്ടിൽ വന്ന് കുത്തി കയറ്റുമ്പോഴേക്ക് വേറെ എന്തെങ്കിലും സാമാനമല്ല കുത്തി കയറ്റി കഴിഞ്ഞാൽ ലാസ്റ്റ് എല്ലാം കൂടെ അടിച്ച് പോകും. സോ അതൊക്കെ നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്ത് പ്രോപ്പറായിട്ട് മിഡിൽ ക്ലാസ് ആയാലും ശരി തന്നെ നമ്മളായാലും ശരി തന്നെ നിങ്ങൾക്ക് സ്ട്രീമിങ് ചെയ്യണ ആഗ്രഹമുണ്ടോ അല്ലെങ്കിൽ എനിക്കൊരു PC ബിൽഡ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടോ, ഒപ്പീനിയൻ കേൾക്കുക. ഇവിടെ ഏത് സ്പെക്കൊക്കെയാണ് കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും അല്ലെങ്കിൽ ഏത് സ്പെക്കാണ് നമുക്ക് അത്യാവശ്യം എന്നുള്ള കാര്യം നിങ്ങൾ ഒപ്പീനിയൻ ചോദിക്കുക. ഒപ്പീനിയൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഇപ്പോൾ മേടിക്കുക. അല്ലാണ്ട് ചുമ്മാ എല്ലായിടത്തും പോയി എനിക്ക് ഇത് കൊള്ളാവോ എന്ന് ചോദിച്ചുകൊണ്ടെന്ന് ഓരോരുത്തരും ഓരോ അഭിപ്രായങ്ങൾ പറയും. അത് കേട്ട് നിങ്ങൾക്ക് ജന്മകാലം നിങ്ങൾ എടുക്കില്ല. നിങ്ങൾക്ക് ആഗ്രഹം വന്നുണ്ടെങ്കിൽ നിങ്ങൾ എടുക്കുക. മാക്സിമം നിങ്ങൾ നേരത്തെ എല്ലാവരും കൂടെ കയറി ഗെയിമിലോട്ട് അല്ലെങ്കിൽ സ്ട്രീമിലോട്ടൊക്കെ വരണം. നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടപ്പെട്ട ജനറൽ ആ ജനറൽ നിങ്ങൾ ചൂസ് ചെയ്യണം കേട്ടോ ഗൈസ്. അത് നമ്മളിങ്ങനെ ആലോചിച്ച് അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ഈ ഒപ്പീനിയൻ കേട്ടിരുന്ന് കഴിഞ്ഞാൽ നമ്മൾ മിസ്റ്റർ ഒപ്പീനിയനായി പോകും. ഒരിക്കലും നമുക്കൊന്നും നടക്കില്ല. എൻ്റെ പേഴ്സണലി ഞാൻ പറയണമെന്ന് വെച്ചാൽ ഞാൻ ഒരു 2-3 പേരടുത്ത് ചോദിച്ചു. പിന്നെ ഞാൻ എൻ്റെ സ്വന്തമായിട്ടാണ് ഞാൻ തിങ്ക് ചെയ്തത്. എൻ്റെ അങ്കിള് എൻ്റെ ചേട്ടൻ എന്നെ സഹായിച്ചു, എൻ്റെ ഫ്രണ്ട്സിൻ്റെ സപ്പോർട്ട് ചെയ്തു, എല്ലാവരും സപ്പോർട്ട് ചെയ്തു. ഞാൻ ഒരു ഗെയിമിംഗ് PC എടുത്തു അല്ലെങ്കിൽ സ്ട്രീമിംഗ് PC എടുത്ത് സ്ട്രീം സ്റ്റാർട്ട് ചെയ്തു. ജസ്റ്റ് ഫൈൻ. ഞാൻ ഇതുവരെ ഹെഡ്ഫോൺസ്, ഈ മൗസസ്, പിന്നെ ഈ കീബോർഡ്സ് ഇതേപോലത്തെ കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ അത് നിങ്ങളുടെ പേഴ്സണൽ ഒപ്പീനിയനാണ്. നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടമുള്ളത് മേടിക്കാം. ഹെഡ്ഫോൺ വാങ്ങുമ്പോൾ എല്ലാം നോക്കി വാങ്ങുക. 5,000 തൊട്ട് സ്റ്റാർട്ടിങ്ങിലുള്ളത് മേടിക്കുക. കാരണം 5,000 സെബ്രോണിക്സും ഓർ എനിത്തിങ് നിങ്ങൾ ഏത് ഹെഡ്ഫോൺ വാങ്ങിയാലും അതൊരു നല്ലൊരു ക്ലാരിറ്റി കാര്യങ്ങളൊക്കെ ആയിരിക്കും, നല്ലൊരു സൗണ്ട്, നല്ല സറൗണ്ടിങ് ഉള്ളതൊക്കെ ചെക്ക് ചെയ്ത് മേടിക്കുക ഗൈസ്. അതർവൈസ് വേറെ ഒന്നും പറയാനില്ല. അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ.